ഏപ്രിൽ മാസം 9-ാം തീയതിയാണ് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുവാൻ പോകുന്നത്. ഈ ഘട്ടത്തിൽ ഒരു പതിറ്റാണ്ടായി കേരളം ഭരിക്കുന്ന ഇടതുമുന്നണി വലിയ വെല്ലുവിളികളാണ് നേരിടേണ്ടി വരുന്നത്. 10 വർഷത്തെ ഭരണവിരുദ്ധ വികാരവും അതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഉയർന്നു വരുന്ന ആളിക്കത്തുന്ന ശക്തമായ ജനരോഷവുമാണ് ഇടതുമുന്നണിയുടെ ഏറ്റവും വലിയ തലവേദന എന്ന് പറയുന്നത്. പിണറായി വിരുദ്ധതയും ഭരണവിരുദ്ധ വികാരവും പല പ്രമുഖ നേതാക്കളെയും പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിവിടുമോ എന്ന ആശങ്ക CPM കേന്ദ്രങ്ങളിൽ ഇപ്പോൾ തന്നെ സജീവമായി ഉയർന്നു വരുന്നുമുണ്ട്. പിണറായി മന്ത്രിസഭയിൽ അംഗങ്ങളായിട്ടുള്ള 4 പ്രമുഖ നേതാക്കൾ ഇപ്പോൾ കടുത്ത പോരാട്ടമാണ് തങ്ങളുടെ നിയോജക മണ്ഡലങ്ങളിൽ നേരിടേണ്ടി വരുന്നത്. ഇത്തരത്തിൽ കടുത്ത മത്സരത്തെ അതിജീവിക്കുവാൻ ഇവർക്ക് സാധിക്കുമോ എന്നതാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ ഉറ്റുനോക്കുന്നത്. ഈ പട്ടികയിൽ ഉൾപ്പെടുന്ന 4 മന്ത്രിമാരിൽ ഒന്നാമത്തെ പേര് എന്ന് പറയുന്നത് പൊതുവിദ്യാഭ്യാസ മന്ത്രിയായ വി ശിവൻകുട്ടിയാണ്. നമുക്കറിയാം 2016 താമര ചിഹ്നത്തിൽ ആദ്യമായി ഒരു നേതാവ് കേരള നിയമസഭയിൽ MLA ആയി വിജയിച്ചെത്തുന്നത്. കേരളത്തിലെ മുതിർന്ന നേതാവായ O രാജഗോപാലാണ് അന്ന് നേമം നിയോജക മണ്ഡലത്തിൽ നിന്ന് BJPക്ക് വേണ്ടി താമര ചിഹ്നത്തിൽ വിജയിച്ചു കയറിയ MLA എന്ന് പറയുന്നത്. എന്നാൽ 2021 2014 തുറന്ന BJPയുടെ ആദ്യ അക്കൗണ്ട് ഇടതു വലതു മുന്നണികൾ ചേർന്ന് പൂട്ടിക്കുന്നതിനും കേരള രാഷ്ട്രീയം സാക്ഷ്യം വഹിച്ചു. UDF സ്ഥാനാർത്ഥിയായി K മുരളീധരൻ കടന്നു വന്നതോടുകൂടിയാണ് ഇവിടെ CPMന്റെ പ്രതിനിധിയായി വി ശിവൻകുട്ടിക്ക് മത്സരിച്ച് വിജയിക്കുവാൻ ഒരു സാധ്യതയൊരുങ്ങിയത്. നേമത്തു നിന്നുള്ള വിജയത്തിന്റെ ഗ്ലാമറിൽ തന്നെയാണ് വി ശിവൻകുട്ടിക്ക് പൊതുവിദ്യാഭ്യാസ മന്ത്രിയായി പിണറായി മന്ത്രിസഭയിൽ അംഗത്വം നേടിയെടുക്കുവാൻ സാധിച്ചത്. എന്നാൽ 2026 ആകുമ്പോഴേക്കും സാഹചര്യങ്ങൾക്ക് പരിപൂർണമായ ഒരു മാറ്റമുണ്ടായിട്ടുണ്ടെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങളിലുള്ള വിശകലനങ്ങൾ വ്യക്തമാക്കുന്നത്. BJPക്ക് വേണ്ടി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്തു നിന്ന് മത്സരത്തിനിറങ്ങുന്നത് മുൻ കേന്ദ്രമന്ത്രിയും ഇപ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷനും കൂടിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറാണ്. ഇവിടെ UDF സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് അരുവിക്കരയുടെ മുൻ MLAയും മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്ന G കാർത്തികേയന്റെ മകനുമായ ശബരിനാഥാണ്. CPMന് വേണ്ടി ശിവൻകുട്ടി തന്നെ മത്സരത്തിനിറങ്ങുമ്പോൾ ഇത്തവണ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJPക്ക് മൃഗീയമായ ഒരു ഭൂരിപക്ഷമാണ് നേമം നിയോജക മണ്ഡലത്തിൽ നിന്ന് നേടിയെടുക്കുവാൻ കഴിഞ്ഞത്. അതുപോലെ 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകളും ഇവിടെ BJPക്ക് അനുകൂലമാണ്. അതിനാൽ തന്നെ വളരെ കടുത്ത ഒരു പോരാട്ടത്തിനാണ് ഇത്തവണ നേമം മണ്ഡലം സാക്ഷ്യം വഹിക്കുന്നത്. മന്ത്രിയായ വി ശിവൻകുട്ടി തോൽവിയുടെ നിഴലിലാണ് എന്ന് വേണമെങ്കിൽ കൂടിയും നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്തുവാൻ കഴിയുന്നതാണ്. ഈ പട്ടികയിലെ രണ്ടാമത്തെ പേര് എന്ന് പറയുന്നത് പിണറായി വിജയൻ മന്ത്രിസഭയിലെ അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ വലംകൈയായിട്ടുള്ള ധനകാര്യമന്ത്രി KN ബാലഗോപാലാണ്. 2021 KN ബാലഗോപാൽ 10,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിൽ നിന്നാണ് MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ടത്. തന്റെ വിശ്വസ്തനായിരുന്ന ബാലഗോപാലിനെ തന്നെ പിണറായി ഇതേ തുടർന്ന് ധനകാര്യമന്ത്രിയായി നിയോഗിക്കുകയായിരുന്നു. കൊട്ടാരക്കരയിൽ ഇത്തവണ KN ബാലഗോപാലിന് കടുത്ത വെല്ലുവിളി ഉയർത്തുന്നത് UDF സ്ഥാനാർത്ഥിയായി ഐഷ പോറ്റിയുടെ സാന്നിധ്യമാണ്. നമുക്കറിയാം കൊട്ടാരക്കരയെ ദീർഘനാളുകളുടെ ഇടവേളയ്ക്ക് ശേഷം ഇടതുപാളയത്തിലേക്ക് എത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചത് അന്നത്തെ യുവ വനിതാ നേതാവായിരുന്ന ഐഷ പോറ്റിയായിരുന്നു. 2006 2011 2016 ഐഷ പോറ്റി ഇവിടെ നിന്ന് വിജയിച്ചു കയറിയപ്പോൾ 2016 അവരുടെ ഭൂരിപക്ഷം 40,000-ൽ പരം വോട്ടുകളായിരുന്നു. എന്നാൽ ഐഷ പോറ്റിയെ മാറ്റി KN ബാലഗോപാൽ മത്സരത്തിനെത്തിയപ്പോൾ ശക്തമായ ഇടതു തരംഗം ഉണ്ടായിരുന്നിട്ട് കൂടിയും അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷത്തിൽ 30,000-ൽ പരം വോട്ടുകളുടെ ഇടിവാണ് ഉണ്ടായത്. കേരള കോൺഗ്രസ് സ്ഥാപക നേതാവായ R ബാലകൃഷ്ണ പിള്ളയെ പോലൊരു വലിയ നേതാവിനെ വീഴ്ത്തിയ താരപരിവേഷമുള്ള CPM അണികൾക്ക് ഏറെ പ്രിയങ്കരിയായിരുന്ന നേതാവായിരുന്നു ഐഷ പോറ്റി. എന്നാൽ KN ബാലഗോപാലിന് വഴിയൊരുക്കുവാൻ വേണ്ടി അവരെ മാറ്റി നിർത്തിയെന്ന് മാത്രമല്ല, KN ബാലഗോപാൽ MLA ആയതിനു ശേഷം CPMന്റെ സംഘടനാ സംവിധാനങ്ങൾ ഐഷ പോറ്റിയെ തീർത്തും അവഗണിക്കുന്ന ഒരു സാഹചര്യവും നിലവിൽ വന്നു. ഇതിനോടുള്ള പ്രതിഷേധമായിട്ടാണ് ഐഷ പോറ്റി ഏറ്റവും ഒടുവിലായി പാർട്ടിക്ക് പുറത്തു വന്നതും കോൺഗ്രസിൽ അംഗത്വം സ്വീകരിച്ചതും. അതിനാൽ തന്നെ CPMന്റെ ഉരുക്കുകോട്ടയായി അവർ വിലയിരുത്തുന്ന കൊട്ടാരക്കര നിയോജക മണ്ഡലം ഇത്തവണ തങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന ആത്മവിശ്വാസമാണ് ഐഷ പോറ്റിയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ UDF കൈവരിച്ചിട്ടുള്ളത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ, പ്രചരണ രംഗത്തു നിന്നുള്ള റിപ്പോർട്ടുകൾ വിലയിരുത്തുമ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കൊട്ടാരക്കരയിൽ നടക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനാൽ തന്നെ വലിയ വെല്ലുവിളികളാണ് KN ബാലഗോപാൽ നേരിടുന്നത് എന്ന് നമുക്ക് തീർത്തും നിഷ്പക്ഷമായി തന്നെ വിലയിരുത്തുവാൻ കഴിയുന്നതുമാണ്. ഈ പട്ടികയിലെ മൂന്നാമത്തെ പേരുകാരൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ രണ്ടാം ഭർത്താവായിട്ടുള്ള
പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസാണ്. നമുക്കറിയാം, മുഹമ്മദ് റിയാസ് ആദ്യമായി ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കയറുന്നത് 2021 തൻ്റെ മകളുടെ ഭർത്താവിനെ ഏറ്റവും സുരക്ഷിതമായ കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും സുരക്ഷിതമായ ബേപ്പൂർ സീറ്റിൽ നിന്ന് പിണറായി വിജയൻ പ്രത്യേകം താല്പര്യമെടുത്താണ് മത്സരിപ്പിച്ചത്. വിജയിച്ചു വന്നപ്പോൾ പാർട്ടിയിലെ ഒരു പിടി സീനിയർ നേതാക്കളെ പാടെ അവഗണിച്ചുകൊണ്ട് പൊതുമരാമത്തും ടൂറിസവും പോലുള്ള സുപ്രധാന വകുപ്പുകളും റിയാസിന് അദ്ദേഹം അനുവദിച്ചു നൽകി. റിയാസിനെ പോലെ തന്നെ മുസ്ലിം സമുദായത്തിന്റെ പ്രതിനിധിയായി റിയാസിനേക്കാൾ സീനിയോരിറ്റിയുള്ള CPM നേതാവായ AM ഷംസീറിനെ പോലും ഒഴിവാക്കിക്കൊണ്ടുള്ള പിണറായിയുടെ ഈ നീക്കം കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതൃനിരയെ അന്ന് ഞെട്ടിച്ചിരുന്നതുമാണ്. മുഹമ്മദ് റിയാസിന്റെ മന്ത്രിസഭയിലെ സാന്നിധ്യം CPMൽ കുടുംബാധിപത്യം വളരുന്നു എന്ന വിമർശനങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും 2026 എത്തുമ്പോഴും മുഹമ്മദ് റിയാസിന് കാര്യമായ വെല്ലുവിളികൾ ബേപ്പൂർ പോലൊരു പാർട്ടി കോട്ടയിൽ ഉണ്ടാകുമെന്ന് ഒരു ഘട്ടത്തിൽ പോലും പിണറായി വിജയനോ മുഹമ്മദ് റിയാസോ അവരുടെ കുടുംബാംഗങ്ങളോ വിലയിരുത്തിയിരുന്നില്ല. എന്നാൽ ഇവിടേക്ക് അപ്രതീക്ഷിതമായി PV അൻവർ സ്ഥാനാർത്ഥിയായി കടന്നു വന്നതോടെ കാര്യങ്ങൾ തകിടം മറിയുകയായിരുന്നു. UDF ഔപചാരികമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്നതിന് മുൻപേ തന്നെ, അതായത് ഏറെക്കുറെ 2 മാസങ്ങൾക്ക് മുൻപേ തന്നെ ബേപ്പൂരിൽ ക്യാമ്പ് ചെയ്ത് അൻവർ തൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിച്ചു കഴിഞ്ഞിരുന്നു. വളരെ ശക്തമായ ന്യൂനപക്ഷ വോട്ടുകളുടെ സാന്നിധ്യമുള്ള ഇവിടെ സർക്കാരിനോടും CPMനോടും പ്രത്യേകിച്ച് പിണറായി വിജയനോടും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുള്ള അകൽച്ച പാർട്ടി കോട്ടകളിൽ വിള്ളൽ വീഴ്ത്തുമെന്നുള്ള കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിലാണ് അൻവർ ബേപ്പൂർ മത്സരത്തിനായി തെരഞ്ഞെടുക്കുന്നത്. അൻവറിന്റെ സ്ഥാനാർത്ഥിത്വത്തെ ഹീറോയിസമായി നിരവധി ഇടതുപക്ഷ പ്രവർത്തകർ പോലും നോക്കിക്കാണുന്നുണ്ട്. എന്തു സംഭവിച്ചാലും മുഹമ്മദ് റിയാസിനെ പരാജയപ്പെടുത്തുമെന്നുള്ള ഉറച്ച പ്രഖ്യാപനവുമായിട്ടാണ് അൻവർ ബേപ്പൂരിൽ പറന്നിറങ്ങിയത്. മുസ്ലിം വോട്ടുകളിൽ UDFന് അനുകൂലമായി ഉണ്ടാകുന്ന ധ്രുവീകരണം മാത്രമല്ല, പരമ്പരാഗതമായി ഇടതുമുന്നണിയെയും പ്രത്യേകിച്ച് CPMനെയും പിന്തുണയ്ക്കുന്ന AP സമസ്ത വിഭാഗത്തിന്റെ നിലപാട് മാറ്റവും CPM കേന്ദ്രങ്ങളെ ആശങ്കയിലേക്ക് തള്ളിവിടുന്നുണ്ട്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതിനാൽ തന്നെ പാർട്ടി കോട്ടയായ കോഴിക്കോടിൻ്റെ മോസ്കോ എന്ന് വിശേഷിപ്പിക്കാവുന്ന ബേപ്പൂർ നിയോജക മണ്ഡലത്തിലെ കാര്യങ്ങൾ പ്രവചനാതീതമാണ്. കടുത്ത വെല്ലുവിളിയാണ് പൊതുമരാമത്ത് മന്ത്രി കൂടിയായ മുഹമ്മദ് റിയാസിന് ഈ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായ PV അൻവറിൽ നിന്ന് നേരിടേണ്ടി വരുന്നത്. നിഷ്പക്ഷരായ വോട്ടർമാർ PV അൻവറിനോട് കൂടുതൽ അടുക്കുന്നു എന്നുള്ള സൂചനകളും ഈ ഘട്ടത്തിൽ ബേപ്പൂരിൽ നിന്ന് ലഭ്യമാകുന്നുണ്ട്. അതിനാൽ തന്നെയാണ് ഈ പട്ടികയിലേക്ക് പൊതുമരാമത്ത് മന്ത്രിയായ മുഹമ്മദ് റിയാസിന്റെ പേര് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ പട്ടികയിലെ അവസാന പേര് ഒരു വനിതാ മന്ത്രിയുടേതാണ്. ഇരിങ്ങാലക്കുടയിൽ നിന്നുള്ള ജനപ്രതിനിധിയായിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദുവാണ് വെല്ലുവിളി നേരിടുന്ന 4ാമത്തെ CPM മന്ത്രി എന്ന് പറയുന്നത്. R ബിന്ദു യഥാർത്ഥത്തിൽ ആദ്യമായി നിയമസഭയിലേക്ക് മത്സരിക്കുന്നത് 2021 എന്നാൽ ഒരു പുതുമുഖം എന്ന കാര്യം പരിഗണിക്കാതെ അവർക്ക് വളരെ നിർണായകമായ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നൽകി പിണറായി വിജയൻ തന്റെ മന്ത്രിസഭയിൽ ഇടം നൽകുകയായിരുന്നു. ബിന്ദുവിന്റെ പ്രവർത്തന പാരമ്പര്യത്തിന്റെ പേരിലല്ല, നേരെ മറിച്ച് ഇപ്പോൾ CPMന്റെ പരമോന്നത സമിതിയായ പോളിറ്റ് ബ്യൂറോ അംഗമായ A വിജയരാഘവന്റെ ഭാര്യ എന്ന ആനുകൂല്യത്തിലാണ് ഇവർക്ക് മന്ത്രി പദവി ലഭിച്ചത് എന്ന ആക്ഷേപം അന്ന് തന്നെ CPM വൃത്തങ്ങളിൽ സജീവമായി ഉയർന്നിരുന്നു. 2021 R ബിന്ദു സ്വീകരിച്ച പാത പിന്തുടർന്നാണ് ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറിയും പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗവും കൂടിയായ MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമള സ്ഥാനാർത്ഥിത്വം നേടിയത് എന്ന ആക്ഷേപം ഇന്നും CPMനുള്ളിൽ സജീവമായി പുകയുന്ന ഒരു വിഷയമാണ്. ഏതൊക്കെയാണെങ്കിലും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ R ബിന്ദു ഒരു പരിപൂർണ പരാജയമായിരുന്നു എന്നത് മാത്രമല്ല, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തന്നെ അവരുടെ ഭരണം തുലച്ചു എന്ന് വേണമെങ്കിലും നമുക്ക് വിലയിരുത്തുവാൻ സാധിക്കും. അതുപോലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിലുള്ള R ബിന്ദുവിന്റെ പ്രകടനങ്ങൾ യഥാർത്ഥത്തിൽ അവരുടെ വിദ്യാഭ്യാസ യോഗ്യതകളെ പോലും ജനങ്ങൾക്ക് മുമ്പിൽ സംശയത്തിന്റെ നിഴലിലാക്കി എന്നുള്ളതും വാസ്തവമാണ്. R ബിന്ദു ഒരു പ്രൊഫസറാണ്. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ അവർക്ക് PhD ഉണ്ട് എന്ന് അവർ അവകാശപ്പെടുന്നുമുണ്ട്. എന്നാൽ ഇവർ പൊതുവേദികളിൽ ഇംഗ്ലീഷിൽ സംസാരിച്ചത് കേരളത്തിനാകെ അപമാനകരമാകുന്ന രീതിയിലുള്ള ട്രോൾ വീഡിയോകൾക്ക് വഴിവെച്ചു എന്ന യാഥാർത്ഥ്യവും നമുക്ക് മുന്നിലുണ്ട്. എന്നിരുന്നാൽ പോലും ഈ പ്രതികൂല സാഹചര്യങ്ങളിലും 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ R ബിന്ദുവിൻ പ്രതിനിധീകരിക്കുന്ന ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിൽ CPMനും ഇടതുമുന്നണിക്കും 4500 വോട്ടുകളുടെ ലീഡ് ഉണ്ടായിരുന്നു എന്നത് മാത്രമാണ് LDFനും CPMനുമുള്ള ഏക ആശ്വാസ ഘടകം. എന്നാൽ ബിന്ദുവിന്റെ സ്ഥാനാർത്ഥിത്വം ഈ അനുകൂല ഘടകത്തെ ഇല്ലാതാക്കുമെന്നുള്ള വിമർശനമാണ് പ്രാദേശികമായ CPM നേതൃത്വം ഇപ്പോഴും മുന്നോട്ട് വെക്കുന്നത്. ബിന്ദുവിനെതിരെ UDF ഇവിടെ സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചിരിക്കുന്നത് കേരള കോൺഗ്രസിന്റെ പ്രമുഖ നേതാവും മുൻപ് ഇരിങ്ങാലക്കുടയുടെ ജനപ്രതിനിധിയുമായിട്ടുള്ള തോമസ് ഉണ്ണിയാടനെയാണ്. ഒരു പതിറ്റാണ്ട് കാലം ഇരിങ്ങാലക്കുടയെ പ്രതിനിധീകരിച്ചിരുന്ന തോമസ് ഉണ്ണിയാടൻ 2016 ഇവിടെ പരാജയപ്പെടുന്നത്. പിന്നീട് 2021 അദ്ദേഹം സ്ഥാനാർത്ഥിയായി മത്സരിച്ചെങ്കിലും R ബിന്ദുവിനോട് പരാജയപ്പെടുകയായിരുന്നു. എന്നാൽ UDFന്റെ കെട്ടുറപ്പുള്ള സംവിധാനം ഏകീകരിച്ച് UDF വോട്ടുകളിൽ ചോർച്ച ഉണ്ടാക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയാൽ നിഷ്പക്ഷ വോട്ടർമാരുടെ അനുകൂല മനോഭാവം കൂടി
കണക്കിലെടുക്കുമ്പോൾ ആർ ബിന്ദുവിനെ പരാജയപ്പെടുത്തുവാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസം തന്നെ UDF കേന്ദ്രങ്ങളും കേരള കോൺഗ്രസ് വൃത്തങ്ങളും ഇപ്പോൾ ഉയർത്തിവിടുന്നുണ്ട്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇത്തരത്തിൽ CPMന്റെ 4 പ്രമുഖ നേതാക്കളാണ് കടുത്ത മത്സരത്തെ സ്വന്തം നിയോജക മണ്ഡലങ്ങളിൽ അഭിമുഖീകരിക്കുന്നത്. ഇതിൽ തന്നെ V ശിവൻകുട്ടിയും KN ബാലഗോപാലും 2026 മത്സരരംഗത്ത് നിന്നും മാറി നിൽക്കുവാനുള്ള ആഗ്രഹവും പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ വിജയസാധ്യതയ്ക്ക് വേണ്ടി ഇവർ തന്നെ മത്സരരംഗത്ത് ഇറങ്ങണം എന്നുള്ള നിർബന്ധ ബുദ്ധിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും CPM നേതൃത്വവും ഇവരെ വീണ്ടും മത്സരരംഗത്തേക്ക് കൊണ്ടുവരുവാനായി ഉപയോഗിച്ചത്. ഏതൊക്കെയാണെങ്കിലും മെയ് മാസത്തിൽ ഫലം വരുന്നതുവരെ ഈ 4 നിയോജക മണ്ഡലങ്ങളിലെ CPM മന്ത്രിമാരുടെ വിധി എന്താണ് എന്ന കാര്യത്തിൽ ഒരു പ്രവചനവും നടത്തുവാൻ സാധിക്കാത്ത വിധമുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ന് ഈ വീഡിയോ പങ്കുവെക്കുന്ന സമയത്ത് കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നത്. ഈ രാഷ്ട്രീയ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.